പുതിയ ഗവേഷണ റിപ്പോർട്ടുകൾ ശരിക്കും കൗതുകം തന്നെ. പ്രത്യേകിച്ച് ആ വലിയ തമോഗർത്തത്തെക്കുറിച്ചുള്ള വാർത്ത. കോസ്മിക് ഹോഴ്സ്ഷൂ ഗാലക്സിയിൽ കണ്ടെത്തിയ ആ ഭീമൻ. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. എന്താണ് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ വലിപ്പം ശരിക്കും കേട്ടാൽ ഞെട്ടും. ഏകദേശം 36 ബില്യൺ സൂര്യന്മാരുടെ അത്രയും പിണ്ഡം. നമ്മുടെ മിൽക്കി വേയുടെ നടുക്കുള്ളതിനേക്കാൾ 10,000 മടങ്ങ് വലുത്. അതെ, ആ വലുപ്പം തന്നെയാണ് ഇതിലെ പ്രധാന കാര്യം. പ്രപഞ്ചത്തില് ഒരു തമോഗർത്തത്തിന് സൈദ്ധാന്തികമായി എത്താൻ പറ്റുന്ന ആ ഒരു മാക്സിമം സൈസിനോട് വളരെ അടുത്താണിത്. അതുകൊണ്ടാണ് ഇതിനെ അൾട്രാമാസീവ് എന്ന് വിളിക്കുന്നത് തന്നെ. അൾട്രാമാസീവ്, ഓക്കെ. ഇതെത്ര ദൂരെയാണ്? ഏകദേശം 5 ബില്യൺ പ്രകാശവർഷം അകലെയാണ്. 5 ബില്യൺ? അത്രയും ദൂരെ? അതും സാധാരണ പ്രവർത്തനമില്ലാത്ത ഡോർമന്റായ തമോഗർത്തങ്ങളെ കണ്ടെത്താൻ ഭയങ്കര പാടാണല്ലോ, അവയുടെ പിണ്ഡം അളക്കാനും. പിന്നെ ഇതെങ്ങനെ സാധിച്ചു, അതും ഇത്ര കൃത്യമായി? അതാണ് ഈ പഠനത്തിന്റെ ഒരു പ്രത്യേകത. ഗവേഷകർ ഇവിടെ 2 ടെക്നിക്കുകൾ ഒരുമിച്ച് ഉപയോഗിച്ചു. ഒന്ന്, ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്. ലെൻസിംഗ്, ഗുരുത്വാകർഷണം കാരണം പ്രകാശം വളയുന്നത് അല്ലേ? അതെ, അതായത് ഈ ഭീമൻ ഗാലക്സിയും അതിന്റെ നടുക്കുള്ള തമോഗർത്തവും കാരണം അതിന് പിന്നിലുള്ള വേറൊരു ഗാലക്സിയിൽ നിന്ന് വരുന്ന ലൈറ്റ് വളഞ്ഞു കാണും, ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ആ ഗാലക്സിക്ക് കോസ്മിക് ഹോഴ്സ്ഷൂ എന്ന് പേര് വന്നത് തന്നെ. ആ പ്രകാശം വളഞ്ഞ് ഒരു കുതിരലാടം പോലെ തോന്നിക്കും. ഓക്കേ, അപ്പോ ആ പ്രകാശത്തിന്റെ വളന്നു. രണ്ടാമത്തെ ടെക്നിക്ക് എന്തായിരുന്നു? അത് സ്റ്റെല്ലാർ കിനമാറ്റിക്സ്. സ്റ്റെല്ലാർ കിനമാറ്റിക്സ്? അതായത് ആ ഭീമൻ തമോഗർത്തത്തിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ, അവ എത്ര വേഗത്തിലാണ് കറങ്ങുന്നത് എന്ന് പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗതയിലാണ് അവിടുത്തെ നക്ഷത്രങ്ങൾ പോകുന്നത്. 400 കിലോമീറ്റർ പെർ സെക്കൻഡ്? അതെ. അത്രയും വേഗത്തിൽ നക്ഷത്രങ്ങൾ വട്ടം കറക്കണമെങ്കിൽ നടുക്ക് ഭയങ്കര പിണ്ഡമുള്ള എന്തോന്ന് വേണം, അല്ലേ? തീർച്ചയായും. അപ്പൊ ഈ 2 കാര്യങ്ങളും, പ്രകാശത്തിന്റെ വളവും നക്ഷത്രങ്ങളുടെ ഈ വേഗതയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് ആ തമോഗർത്തത്തിന്റെ മാസ് കണക്കാക്കാൻ പറ്റി. പക്ഷെ രസകരമായ കാര്യം, അവർ ശരിക്കും ഇതിനെ ആയിരുന്നില്ലല്ലോ അന്വേഷിച്ചത്. അല്ല, അതാണ് ഏറ്റവും വലിയ തമാശ. അവർ യഥാർത്ഥത്തിൽ ആ ഗാലക്സിയിലുള്ള ഡാർക്ക് മാറ്ററിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡാർക്ക് മാറ്ററോ? അതെ. ആ പഠനത്തിന്റെ ഇടയിലാണ് യാദൃച്ഛികമായി ഈ ഭീമൻ തമോഗർത്തത്തെ തിരിച്ചറിയുന്നത്, അതിന്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ ചലനം കണ്ടപ്പോൾ. ഓഹോ, പല കണ്ടുപിടുത്തങ്ങളും അങ്ങനെയാണല്ലോ. ശരിയാണ്. അപ്പോ ഇതിന്റെ വലുപ്പവും കണ്ടെത്താനുള്ള ആ ഒരു പുതിയ രീതിയും നമ്മൾ സംസാരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? പ്രപഞ്ചത്തെക്കുറിച്ച് ഇതെന്ത് പുതിയ കാര്യമാണ് പറഞ്ഞു തരുന്നത്? ഇത് തമോഗർത്തങ്ങളും ഗാലക്സികളും തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത് ഗാലക്സികൾ വലുതാവുമ്പോൾ അവയുടെ നടുക്കുള്ള തമോഗർത്തങ്ങളും അതോടൊപ്പം വളരുമെന്നാണ്. രണ്ടും ഒരുമിച്ച് വളരുന്നു? അതെ, ഒരുമിച്ചാണ് വളരുന്നത്. ചില സമയത്ത് ഈ തമോഗർത്തങ്ങൾ വളരെ ആക്റ്റീവാവും, ഭയങ്കര ഊർജം പുറത്തുവിടും. അതാണ് ക്വാസാർ എന്ന് പറയുന്നത്. ക്വാസാറുകൾ. അവ ഗാലക്സിയിലെ നക്ഷത്ര രൂപീകരണത്തെ തടസ്സപ്പെടുത്തുമെന്നും കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി. ഈ ക്വാസാറുകൾ പുറത്തുവിടുന്ന ഊർജം കാരണം ഗാലക്സിയിലെ വാതകങ്ങൾ ഒന്നുകിൽ പുറത്തേക്ക് തെറിച്ചുപോകും, അല്ലെങ്കിൽ അവ തണുത്ത് പുതിയ നക്ഷത്രങ്ങളായി മാറുന്നത് തടയും. ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ. ഗാലക്സികൾ ഒരു പരിധിയിൽ കൂടുതൽ വളരാതിരിക്കാൻ ഒരുപക്ഷേ ഈ പ്രോസസ്സ് സഹായിക്കുന്നുണ്ടാകാം. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതുപോലുള്ള ഭീമൻ തമോഗർത്തങ്ങളെ പഠിക്കുന്നത് സഹായിക്കും. ഈ കോസ്മിക് ഹോഴ്സ്ഷൂ ഗാലക്സിക്ക് വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതൊരു ഫോസിൽ ഗ്രൂപ്പാണെന്നും കേട്ടല്ലോ, അതെന്താണ് സംഭവം? അതൊരു പ്രധാന പോയിന്റാണ്. ഫോസിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ലയിച്ച് അവസാനം ഒരൊറ്റ ഭീമൻ ഗാലക്സി മാത്രമായിട്ട് അവശേഷിക്കുന്നൊരു സിസ്റ്റമാണ്. അതായത് ചുറ്റുമുള്ള ചെറിയ ഗാലക്സികളെല്ലാം ഇതിൽ ലയിച്ചു ചേർന്നു? അതെ, ഒരു ഗാലക്സി കൂട്ടത്തിന്റെ പരിണാമത്തിന്റെ ഒരു അന്തിമ രൂപമെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ആ ലയിച്ചു ചേർന്ന ചെറിയ ഗാലക്സികളിലെ തമോഗർത്തങ്ങളെല്ലാം കൂടി ഒന്നിച്ചായിരിക്കാം ഈ കാണുന്ന അൾട്രാമാസീവ് തമോഗർത്തമുണ്ടായത്. ഓഹോ, അപ്പോ ഇത് ഗാലക്സി പരിണാമത്തിന്റെ ഒരു അവസാന സ്റ്റേജ് കാണിച്ചു തരുന്നു. ശരിയാണ്. ഗാലക്സികളും തമോഗർത്തങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് വളർന്ന് ഈ അവസ്ഥയിലെത്തുന്നത് എന്നതിലേക്കുള്ള ഒരു സൂചനയാണിത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്:
ഗാലക്സികളും അവയുടെ കേന്ദ്രത്തിലെ തമോഗർത്തങ്ങളും കൈകോർത്ത് പിടിച്ചാണ് വളരുന്നത് എന്ന ആശയത്തിന് ഈ കണ്ടെത്തൽ ഒരു വലിയ തെളിവാണ്. തീർച്ചയായും. ഇപ്പോൾ ഈ പുതിയ രീതി ലെൻസിങ്ങും സ്റ്റെല്ലാർ കിനെമാറ്റിക്സും ഒരുമിപ്പിക്കുന്നത് വളരെ പവർഫുൾ ആണെന്ന് തെളിഞ്ഞില്ലേ? അതെ. അപ്പോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യൂക്ലിഡ് ടെലിസ്കോപ്പ് പോലുള്ള ഭാവി ദൗത്യങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഒളിച്ചിരിക്കുന്ന കൂടുതൽ ഭീമൻ തമോഗർത്തങ്ങളെ കണ്ടെത്താൻ പറ്റും. അവ ഗാലക്സികളുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അവിശ്വസനീയ വലിപ്പമുള്ള ഒരു തമോഗർത്തം, അതും യാദൃച്ഛികമായി ഒരു പുതിയ രീതിയിലൂടെ കണ്ടെത്തി, അത് ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ച് പുതിയ അറിവുകൾ തരുന്നു. അതെ. ഇത് നമ്മളെ വേറൊരു ചിന്തയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. എന്താണത്? നമ്മൾ ഈ കാണുന്നത് ഗാലക്സികളുടെയും തമോഗർത്തങ്ങളുടെയും ഒരു അന്തിമഘട്ടമാണെങ്കിൽ, ഇതുപോലെ ലയിച്ചു ചേർന്നുണ്ടായ പക്ഷെ ഇതുവരെ നമ്മുടെ കണ്ണിൽപ്പെടാത്ത മറ്റെത്രയെത്ര ഭീമാകാലന്മാർ ഈ പ്രപഞ്ചത്തിൽ മറഞ്ഞിരിപ്പുണ്ടാകാം. നിങ്ങൾ എന്ത് കരുതുന്നു?